ഈ ഒരു ഡിഷ് ഞാനൊരു 2 വർഷം മുമ്പ് ഇതൊന്ന് ട്യൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സിഗ്നൽ ഇല്ല എന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കുക. അതുപോലെ തന്നെ എത്ര ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് 6 അടിയുടെ ഡിഷാണ് കേട്ടോ, നല്ല പഴക്കമുള്ള ഡിഷാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പെടുത്ത് പോയിട്ട് ഇത് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത ഒരു ഡിഷാണ്. അപ്പോൾ ഈ ഡിഷിൻ്റെ നേരെ, അതായത് ഒരു 150 മീറ്റർ അകലെയാണ് ഇത് കണ്ടോ നമ്മുടെ ടവർ നിൽക്കുന്നത് കേട്ടോ 5Gയുടെ. അപ്പോൾ ആ 5G ഫിൽറ്റർ LMB ആണ് നമ്മളിവിടെ ഇതിനു വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു LMB നല്ല സിഗ്നൽ കിട്ടുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സിഗ്നൽ കിട്ടുന്ന ഒരു ഡിഷുമാണിത്. 6 അടിയാണ് ഈ ഡിഷിൻ്റെ ഒരളവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെ ചാനൽ കിട്ടുന്നത് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ അഞ്ചല് പുത്തയം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇതൊരു ഏകദേശം 2 വർഷമായി നമ്മൾ ട്യൂൺ ചെയ്ത് കൊടുത്ത ഒരു ഡിഷാണ്. അപ്പൊ നല്ല സിഗ്നൽ അന്ന് ഏകദേശം 25 മലയാളം ചാനലാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് സിഗ്നൽ എന്തോ കുറവാണ്, അല്ലെങ്കിൽ സിഗ്നൽ ബ്രേക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പൊ അതും പ്രകാരം ഞാൻ അവിടെ എത്തിയാണ്. ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ LMBയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ കയറി കൂട് വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ തേനീച്ച പോലുള്ള എന്തെങ്കിലുമൊക്കെ ഇതിനുള്ളിൽ കയറും. ഇതിനടിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ചൂട് കാരണം പൊടിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കേബിൾ ഇട്ടിട്ട് നമ്മുടെ മീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. SF720 എന്ന് പറയുന്ന ഒരു മീറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മീറ്റർ നമ്മൾ ആദ്യം നോക്കുന്നത് പറഞ്ഞാൽ കൈരളിയുടെ TP ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു സിഗ്നൽ അതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ TP ആണ്. അത് 5750 നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത്യാവശ്യം 49% സിഗ്നൽ ഇവിടെ കിട്ടുന്നുണ്ട്. 6 അടിയാണ് ഈ ഡിഷേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു MER നമുക്ക് കിട്ടാറുള്ളൂ, 7 MER വരെ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ 4006 TP നമ്മൾ 4400 ഹൊറിസോണിലാണ് ചെക്ക് ചെയ്യുന്നത്. അതിനും സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. 4015 നമ്മൾ ഹൊറിസോണിലും വെർട്ടിക്കലും നമ്മൾ നോക്കുന്നുണ്ട്. അത് 5750 5150 നമുക്ക് ഈ കൈരളിയുടെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. 5750 നമുക്ക് ഏഷ്യാനെറ്റ് വരുന്നത്. ഇത് നമ്മൾ 3885 5750 കിട്ടത്തില്ല, 5150 നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും TP നമ്മളവിടെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ചാനലും അത്യാവശ്യം ഏകദേശം കിട്ടുന്ന ഒരു 27 ചാനലാണ് നിലവിലുള്ളത്. അത്രയും ചാനൽ നമുക്ക് കിട്ടണം, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ്. പിന്നെ ഇതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിഷും, അതായത് 150 മീറ്ററിനപ്പുറത്താണ് 5G ഒരു ടവർ. ഒന്നല്ല 2 ടവറാണ് ഇപ്പം നിലവിൽ അവിടെ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരു ടവർ ആയിരുന്നു, ഇപ്പം അതിന്റെ ഇടത്തും വലത്തുമായിട്ട് 2 ടവർ ഉണ്ട്. അപ്പോഴും ഈ സിഗ്നലൊന്നും വലിയ ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഈ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. 6 ഡിഷാണ്, ഇത് ഒരുപാട് പഴക്കമുള്ള ഡിഷാണ്. അതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുരുമ്പെടുക്കാതിരിക്കുകയാണ്. ഇത് കണ്ടോ 5G ടവറാണ് ഇരിക്കുന്നത്. ആ ഒരു ടവറിന്റെ ഫ്രണ്ടിലാണ് ഇത് സാധനം ഇരിക്കുന്നത്. അപ്പൊ 5G സിഗ്നലൊക്കെ വന്നിട്ട് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കൂടെ. കാരണം ഇതുപോലെ 5G ഫിൽറ്റർ LMB ഒക്കെ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ സിഗ്നലൊക്കെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതുപോലെയാണ് ഇവിടുത്തെ ഈ ഒരു റിസീവറിനാണ് നമ്മളിവിടെ കംപ്ലൈന്റ് കണ്ടത്. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുപോയത് 6165 ഈ ഒരു സോൾഡിന്റെ റിസീവർ. അത്യാവശ്യം നല്ല ഫോർമാറ്റുകളൊക്കെ ഇതിനകത്തുണ്ട്, അത്യാവശ്യം നല്ല വിലയുണ്ട്. അതുകൊണ്ട് മറ്റ് ചാനൽസ് ഒക്കെ കിട്ടണമെങ്കിലും ഇതിനകത്ത് കിട്ടും, കാരണം 10 ബിറ്റ് ഫോർമാറ്റ്സ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. MPEG 2 ഉണ്ട്, MPEG 4, HEVC, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 10 ബിറ്റ് സഹിതമുള്ള ഒരു റിസീവറാണ് ഇത്. 6165 എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ട് നമുക്ക് ബാക്കിൽ കാണുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടും, നമ്മൾ സാറിന് കിട്ടുന്ന അതേ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള റിമോട്ടും. ബാക്ക് സൈഡിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, HDMI ഉണ്ട്, AV കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതാണ് ആ റിസീവർ. നമ്മളിത് കണക്ട് ചെയ്തിട്ട് ട്യൂൺ ചെയ്തിട്ട് 27 മലയാളം ചാനൽ നമുക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ കാണണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഫ്ലവേഴ്സ് ആണ് എടുത്തിരിക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത നമ്മൾ കൈരളിയുടെ അറേബ്യ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മാതൃഭൂമി ന്യൂസ് കണ്ടു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കൈരളിക്ക് തന്നെ 4 ചാനലാണ് നമുക്കുള്ളത്. അടുത്തത് 5ാമത്തത് ശാലോം. 6ാമത്തെ നമുക്ക് ചാനലിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ TV വന്നു. 7ാമത്തെ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത കൗമുദി വന്നു. 8ാമത്തെ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സഫാരി വന്നു. 9ാമത്തെ ചാനൽ നമ്മൾ ഇനി അടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഹാർവസ്റ്റ് ഇന്ത്യ 24 അത് കിട്ടി. 10ാമത്തെ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ്. 11 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റിന്റെ മിഡിൽ ഈസ്റ്റ്.
12ാമത്തെ ചാനൽ നമ്മൾ ചേർക്കും മഴവിൽ മനോരമ ഇന്റർനാഷണൽ. 13ാമത്തേത് നമ്മൾ കൈരളി ന്യൂസ്. 14ാമത്തേത് നമ്മൾ കൈരളി വി. 15ാമത്തേത് കപ്പ TV. 16ാമത്തേത് ജനം TV. 17ാമത്തേത് 24 നമുക്ക് ന്യൂസ് ചാനൽ. 18ാമത്തേത് ഷെക്കിന ചാനൽ. 19ാമത്തെ നമുക്ക് രാജ് മ്യൂസിക് മലയാളം. 20ാമത്തേത് നമുക്ക് രാജ് മ്യൂസിക്കിന്റെ ന്യൂസ്, അതായത് രാജ് മ്യൂസിക് അത് 2 കിട്ടുന്നത്. 21 നമുക്ക് റിപ്പോർട്ടർ TV. 22 നമുക്ക് മീഡിയ 1. 23 സെലക്ട് ചെയ്യുമ്പോൾ പവർ വിഷൻ. 24 സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അമൃത TV. 25 സെലക്ട് ചെയ്യുമ്പോൾ ഗുഡ് ന്യൂസ് TV. 26 ജയ് ഹിന്ദ്. 27 ന്യൂസ് മലയാളം 24. അപ്പൊ നമുക്ക് 27 മലയാളം ചാനൽ, ഇന്റർസാറ്റ് 17, നമുക്ക് 66 ഡിഗ്രിയിൽ ഒരു ബ്രേക്കും ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇത്രയും ചാനൽസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേക്കും ഇല്ല. 6 ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മലയാളം ചാനൽ ഒരു പൈസ വാടക കൊടുക്കാതെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 5G ഫിൽറ്ററിന്റെ ഒരു LMB വെച്ചാൽ മാത്രം മതി, നമുക്ക് സിഗ്നൽ ബ്രേക്ക് ഇല്ലാതെ കിട്ടും. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.